ശാന്തി. ഭഗവാന് 1000 ഭുജങ്ങളുള്ളവനാണെന്നാണ് പറയുന്നത്. 1000 കൈയുള്ളവരെന്ന് പറഞ്ഞാൽ അർത്ഥം, കൈ ആരുടെ അടയാളമാണ്? കൈ സഹയോഗത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഭഗവാന് 1000 കൈകളുള്ളവെന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് സമയത്ത് ആവശ്യം വരുന്നതനുസരിച്ച്, വിളിക്കുന്നതനുസരിച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് തിയോറിയാണ്, ഇതൊരു ജ്ഞാനമാണ്. എന്നാൽ ഈ ജ്ഞാനം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് അനുഭവങ്ങളുണ്ടാവുകയില്ല. ജ്ഞാനം ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് നമുക്ക് സന്തോഷം ലഭിക്കാറുണ്ട്. ഈ ഭഗവാൻ 1000 കൈയുള്ളവനാണ്, നമ്മളെ സഹായിക്കും. എന്നാൽ എപ്പോൾ വരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സഹായം എടുക്കുവാൻ വേണ്ടി യോഗ്യതയുള്ളവരാകുന്നില്ല, പിന്നെ സഹായം എടുക്കുകയല്ല, അപ്പോൾ വരെ അതിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. എപ്പോഴാണ് ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടാകുന്നത്, അപ്പോൾ ആ അനുഭവം നമ്മുടെ ജീവിതം മുഴുവൻ സന്തോഷം തരിക തന്നെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പാത്രമാകണം. എങ്ങനെയാണ് ഭഗവാന്റെ സഹായമെടുക്കുന്ന പാത്രമാവുക? നമ്മൾ നമ്മുടെ പരിവാരത്തിൽ തന്നെ നോക്കൂ. നമ്മളെ തന്നെ ഒന്ന് നോക്കൂ. നമ്മൾ ആർക്കാണ് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ പരിവാരത്തിൽ ആരാണോ, അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലും വിശേഷിച്ച് ആർക്കാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആരാണോ നമ്മളുടെ വാക്കുകൾക്ക് സമ്മാനം തരുന്നത്, നമ്മളുടെ വിചാരങ്ങൾക്ക് ബഹുമാനം തരുന്നത്, നമ്മളുടെ വാക്കുകൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഞാനും ഈ ഒരു അനുഭവമാണ് എടുത്തത്. ഒരുപക്ഷെ ഞാൻ ഭഗവാന്റെ ശ്രീമത്ത്, ഭഗവാന്റെ വാക്കുകൾ എന്താണോ, നമ്മളത് മാനിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ, നമ്മളതിൻ്റെ മേൽ വിശ്വാസം വയ്ക്കുന്നുവെങ്കിൽ, അത് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ സഹായം ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ വരെ ഭഗവാനെ മാനിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഇനി ഭഗവാന്റേത് നമുക്ക് മാനിക്കണം. ഇത്രയും വ്യത്യാസമാണുള്ളത്. ഇതുപോലെ നമുക്ക് ഭഗവാന്റെ മേൽ നിശ്ചയമുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അൺകണ്ടീഷണലായിട്ടുള്ള സഹായം ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് സമയമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ ഞാൻ ഈ ബ്രഹ്മകുമാരീസ് രാജയോഗ സാധനത്തിൻ്റെ 7 ഡേയ്സ് കോഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. തൻ്റെ സ്വയത്തിൻ്റെ പരിചയം, അതേപോലെ പരമാത്മാവിൻ്റെ സത്യമായ പരിചയം പ്രാപ്തമാക്കി. പിന്നെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഈ ശരിയ കാര്യത്തിൽ സമർപ്പണമായി ആക്കി. ഇപ്പോൾ ഭഗവാൻ എന്താണോ എന്നോട് പറയുന്നത് അതെനിക്ക് ചെയ്യുക തന്നെ ചെയ്യണം. ആ സമയത്ത് ഞാൻ CAയുടെ പഠിത്തം പഠിക്കുകയായിരുന്നു. ഒരു ലാസ്റ്റ് ഗ്രൂപ്പിൻ്റെ എക്സാം കൊടുക്കുന്ന സമയത്ത്, ഇതിന് മുമ്പുള്ള കാര്യമായിരുന്നു ഇത്. ഞാൻ അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ബ്രഹ്മകുമാരീസ് സെൻറ്ററിൽ പോയി ജ്ഞാനം കേൾക്കുക, യോഗ അഭ്യാസം ചെയ്യുക. അതോടൊപ്പം എന്തെല്ലാം സെൻറ്ററുകളിൽ സ്ഥൂലമായിട്ടുള്ള സേവകളുണ്ടായിരുന്നു, അതിലെല്ലാം ഞാൻ സമയം കൊടുക്കുമായിരുന്നു. എൻ്റെ കൂടെയുള്ളവർ CAയുടെ പരീക്ഷ എഴുതാൻ ഉള്ളവർ, അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എത്രത്തോളം സമയം ഞാൻ പഠിത്തത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുണ്ടോ അത്രയും കൊടുക്കുന്നില്ല. അവർ രാത്രിയും പകലുമെല്ലാം പഠിത്തം പഠിച്ചുകൊണ്ടിരുന്നു. 10-17 മണിക്കൂർ പഠിക്കുമായിരുന്നു, നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. ഞാനാണെങ്കിൽ പകൽ മുഴുവൻ ഈ സമയം എൻ്റെ ഈശ്വര സേവയ്ക്ക് വേണ്ടി പൂർണ്ണമാവുമായിരുന്നു. പിന്നെ ഞാൻ രാത്രിയിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് 10 വർഷത്തെ എന്തെല്ലാം ചോദ്യോത്തരങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കിടന്ന് ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറക്കം വരുമായിരുന്നു. വളരെയധികം ക്ഷീണിതനായിരുന്നു ആ സമയത്ത് ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിത്രങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിത്തരാം, നിങ്ങൾ ഒരിക്കലും CA പേപ്പറിൽ പാസ്സാവുകയില്ല,
CA പേപ്പർ പാസ്സാകണമെങ്കിൽ ഇത്രത്തോളം പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ശരി, പക്ഷേ എനിക്ക് ഈ ഒരു വിശ്വാസം എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത് ഞാൻ പാസ്സാകുമെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരമാത്മാവിൻ്റെ സത്യമായ പരിചയം കിട്ടിയപ്പോൾ ഞാൻ സ്വയം തീരുമാനിച്ചു, ഇനി എനിക്ക് സ്വയം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരമാത്മ പ്രാപ്തിക്ക് വേണ്ടി, ഭഗവാന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സന്യാസിയാകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ എന്തിനാണ് പഠിത്തത്തിന് വേണ്ടി സമയം വേസ്റ്റാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പഠിത്തം അങ്ങ് ഉപേക്ഷിച്ച് കളയാം. അപ്പോൾ എൻ്റെ സെൻറ്ററിൻ്റെ നിമിത്ത് ഇൻചാർജായിട്ടുള്ള സഹോദരി ഉണ്ടായിരുന്നു. ഞാൻ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് CA പഠിത്തം പഠിക്കേണ്ട, ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് എന്തെല്ലാം സെൻട്രലിൻ്റെ സേവകളുണ്ടോ അതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾ എന്തെല്ലാം സേവകൾ ചെയ്യുന്നുണ്ടോ അത് ജനറൽ സേവയായിട്ടുള്ളത് മറ്റുള്ളവർക്കും ചെയ്യാൻ സാധിക്കും. എന്നാൽ താങ്കൾ CA പഠിത്തം പഠിച്ച് അതിൻ്റെ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വിശേഷ സേവ ചെയ്യുവാൻ സാധിക്കും. ആ സേവ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് താങ്കൾ ഒരുപക്ഷെ CA ഡിഗ്രി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഞാൻ വിചാരിച്ചു, ഭഗവാൻജി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം ബാബ പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ ബാബയുടെ റൂമിൽ പോയി. ഓരോ ബ്രഹ്മകുമാരി സെൻറ്ററിലും മെഡിറ്റേഷന് വേണ്ടി ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ബാബയുടെ റൂം എന്നാണ് വിളിക്കുന്നത്. ഞാൻ അവിടെ പോയി. ഞാൻ ബാബയുടെ സന്മുഖത്ത് ബാബയുടെ ട്രാൻസ്ലേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, ഇല്ല പദവിയുടെ ആവശ്യമില്ല, മറ്റാവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. എനിക്ക് അങ്ങേ വേണമായിരുന്നു, അങ്ങ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ സഹോദരി പറയുന്നു CA ഡിഗ്രിയിലൂടെ വളരെയധികം സേവകൾ നടക്കും. അപ്പോൾ എനിക്ക് മറ്റൊരാഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അങ്ങയ്ക്ക് ഈ ഡിഗ്രിയുടെ ആധാരത്തിലൂടെ എന്തെങ്കിലും സേവ എടുക്കണമെങ്കിൽ അങ്ങ് ഈ ഡിഗ്രി എനിക്ക് തരണം. ഞാൻ പഠിക്കാൻ വേണ്ടി ഇത്രയും സമയമൊന്നും ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞാൻ ബാബയോട് പറഞ്ഞു. ബാബ എന്താണോ എന്നോട് പറഞ്ഞിരുന്നത് അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ഈ പ്രകാരത്തിലൂടെ പഠിത്തം ഞാൻ പഠിച്ചു, എക്സാം കൊടുത്തു. അപ്പോൾ ഞാൻ CA പാസ്സായി. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം അവർക്ക് 4-5 പ്രാവശ്യം വീണ്ടും എക്സാം കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ മാത്രമാണ് അവർ പാസ്സായത്. അപ്പോൾ ഞാൻ ഇത് സ്വയം മനസ്സിലാക്കുന്നു, ഈ CAക്ക് വേണ്ടി വളരെയധികം പഠിത്തത്തിൻ്റെ ആവശ്യമല്ല. എന്നാൽ ഞാൻ എങ്ങനെ സഹജമായ രീതിയിൽ പാസ്സായി. പരമാത്മാവിൻ്റെ ഒരു ശക്തി എനിക്കുണ്ടായിരുന്നു, പക്ഷേ രാജയോഗത്തിന് ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം എന്തായിരുന്നു ഞാൻ പഠിച്ചത് അത് എനിക്ക് ഓർമ്മയിലിരിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മനസ്സ് രാജയോഗത്തിൻ്റെ അഭ്യാസത്തിലൂടെ വ്യർത്ഥത്തിൽ നിന്നും നെഗറ്റീവിൽ നിന്നും മുക്തമായിരുന്നു. ബാബ സഹജമായിട്ട് എനിക്ക് ഡിഗ്രി തന്നു. ഇന്ന് ഞാൻ ആ ഡിഗ്രിയുടെ ആധാരത്തിൽ സേവകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടാകണം. ബാബയ്ക്ക് കൊടുത്തു, ബാബയിൽ അർപ്പണം ചെയ്തു, അപ്പോൾ ബാബ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. അതുപോലെ ഒരു വിശേഷ ജീവിതത്തിൻ്റെ അനുഭവം വേറെ കൂടി ഒന്നുകൂടിയുണ്ട്. എപ്പോഴായിരുന്നു ഞാൻ രാജയോഗത്തിൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ പരിവാരത്തിൽ കുറച്ച് വിരോധങ്ങളൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടെന്നാൽ അവർ എൻ്റെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ നിശ്ചയം എടുത്തിരുന്നു, എനിക്ക് ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ പാലന ചെയ്ത് തപസ്യ അതുപോലെ വിശ്വസേവയിൽ എൻ്റെ ജീവിതം സമർപ്പണം ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പരിവാരത്തിലുള്ളവർ അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല, അവർ വിരോധികളായിരുന്നു. പിതാജിക്ക് കുറച്ച് കൂടുതൽ ദേഷ്യം വരുമായിരുന്നു ഈ കാര്യത്തിൽ എൻ്റെ മേൽ. പക്ഷേ എനിക്ക് എല്ലാവരുടെയും പ്രതി ശുഭമായ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നായിരുന്നു ഇവർ ഈ സത്യമായ ജ്ഞാനത്തെ തിരിച്ചറിയുക, അന്ന് ഇവരും എനിക്ക് സഹയോഗം തരും. എൻ്റെ ചെറിയ 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അവർ എന്നിൽ നേരെ ചെറിയ സഹോദരിയായിരുന്നെങ്കിൽ അവരുടെ വിവാഹം പിതാജി ചെയ്യിപ്പിച്ചിരുന്നു.
ഞാൻ പഠിത്തം പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ സഹോദരിയുടെ വിവാഹം പിതാജി അവർക്ക് വേണ്ടി 5-6 പുരുഷന് ചെറുക്കന്മാരെ കണ്ടിരുന്നു. പക്ഷേ അങ്ങ് സെറ്റാവുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ദേഷ്യം എൻ്റെ പേരിൽ എൻ്റെ തലയിൽ വെച്ചു. പിതാജി ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബ്രഹ്മകുമാരിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് നിൻ്റെ സഹോദരിയോട് കൂടി വിവാഹം കഴിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇതിനു വേണ്ടി വരനെ കണ്ടെത്തുക, അതുപോലെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ചിലവും ചിലവാക്കുക. ഇത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒന്നിൻ്റെ ചിലവ് ഞാൻ പൂർണ്ണമായും ചിലവാക്കി. ഇനി രണ്ടാമത്തിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിനക്കുള്ളതാണ്. ഞാൻ പറഞ്ഞു ശരി. ഞാൻ ആ സമയത്ത് അഹമ്മദാബാദിൽ ജോലി ചെയ്തുകൊണ്ട് വരികയായിരുന്നു. എൻ്റെ തുടക്കം മുതൽ എൻ്റെ ഒരു രീതി ഇതായിരുന്നു. ഈ രാജയോഗത്തിൻ്റെ കോഴ്സ് തുടങ്ങിയിടം മുതൽ എൻ്റെ ഒരു രീതി ഇതായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ലൗകികത്തിൻ്റേതായാലും ഓഫീസിൻ്റേതായാലും അല്ലെങ്കിൽ സെൻറ്ററിൻ്റേതായാലും മിത്രസംബന്ധികളുടേതായാലും ആര് എന്ത് ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചാലും അത് ഞാൻ ഭാവിയുടെ റൂമിൽ പോയിരുന്ന് ഭാവിയോടുകൂടി ഷെയർ ചെയ്യുമായിരുന്നു, ഭാവിക്ക് കൊടുക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് ചിന്തിക്കാറില്ല. ഇത് ഭാവിയുടെ ട്രാൻസ്ലേറ്റാണ്. ഞാനിതാണ് അന്നേരം മനസ്സിലാക്കുന്നത്. ശിവബാബ ബ്രഹ്മഭാവിയിൽ വന്നിരിക്കുകയാണ്, ഭാവി ഇരിക്കുകയാണ്, ഞാൻ ഭാവിയോടുകൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഭാവിക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുമായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഭാവിയോട് കൂടി ഒരു എഗ്രിമെൻറ്റ് ഞാൻ സൈൻ ചെയ്തു. എന്തായിരുന്നു എഗ്രിമെൻറ്റ് ഇതായിരുന്നു. എന്തായിരുന്നു ബാബു പറയുന്നത് അതെനിക്ക് ചെയ്യുക തന്നെ ചെയ്യണം. എൻ്റെ ചെറിയ കൊച്ചു കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് ഭാവിക്ക് ചെയ്തു തരികയും ചെയ്യണം. അങ്ങനെ ഭാവിയോട് കൂടി ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മേൽ ഞാൻ വളരെയധികം ശ്രദ്ധ വച്ചിരുന്നു. ബാബ എന്താണോ എന്നോട് പറഞ്ഞത് അത് എനിക്ക് എൻ്റെ സമയം ഭാവിയുടെ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണം. മറ്റു കാര്യത്തിൽ നിന്ന് എൻ്റെ സമയം ചിലവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ മേൽ ഞാൻ വളരെയധികം ശ്രദ്ധ വെക്കുമായിരുന്നു. എൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാനത് ഭാവിക്ക് കൊടുക്കുമായിരുന്നു. ഈ കാര്യം പിതാജി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് ഭാവിക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ഭാവിയോട് പറഞ്ഞു, സഹോദരിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം, അതുപോലെ ആ വിവാഹത്തിന് വേണ്ടിയുള്ള ചിലവുകളെല്ലാം അങ്ങേക്ക് ചെയ്യുക തന്നെ ചെയ്യണം. എന്താണ് അങ്ങ് ശരിയായിട്ടുള്ളത് മനസ്സിലാക്കുന്നു. ഞാനത് ഭാവിക്ക് കൊടുത്ത് നിശ്ചിന്തമായി. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? മൗണ്ട് ആബു മുഖ്യാലയത്തിൽ അവിടെ നിന്നും സെൻട്രൽ ഒരു ലെറ്റർ വന്നു. ലളിതമായി 15-20 ദിവസം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് സേവ ചെയ്യുവാൻ വരാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ലളിത് ഭായ് അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, താങ്കൾക്ക് പോകാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും പോകും സഹോദരി. അപ്പോൾ മുഖ്യാലയത്തിൽ നിന്നും സേവയ്ക്ക് വേണ്ടി, അതും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് സേവയ്ക്കൊരു ചാൻസ് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും പോവുക തന്നെ ചെയ്യും. ഇത് 97 കാര്യമാണ്. അപ്പോൾ ഞാൻ സഹോദരിക്ക് പോകാം എന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി. അപ്പോൾ അവിടുന്ന് ലീവിന് വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചു. എനിക്ക് 15 ദിവസത്തേക്ക് ലീവ് വേണം. അപ്പോൾ എൻ്റെ സീനിയർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു പോകാൻ പറ്റുകയില്ല, ഞാൻ താങ്കൾക്ക് 15 ദിവസത്തേക്ക് അവധി തരിക സാധ്യമല്ല. ഞാൻ പറഞ്ഞു എനിക്ക് വളരെയധികം ആവശ്യമാണ്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ലോട്ടറിയാണ്, എനിക്ക് പോവുക തന്നെ ചെയ്യണം. പറഞ്ഞു 2-3 ദിവസത്തേക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷേ 15 ദിവസത്തേക്ക് ലീവ് തരാൻ എനിക്ക് കഴിയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എങ്ങനെ ഉണ്ടാകും, ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ 15 ദിവസത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ലീവ് തരിക സാധ്യമല്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി കൊടുക്കുകയും തന്നെ ചെയ്തു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾക്കെന്ത് തലയ്ക്ക് സ്ഥിരമില്ലേ? ഇത്രയും നല്ല ജോലിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ജോലി വന്നിരിക്കുന്നത്? ഇത്രയും നല്ല കമ്പനിയാണ്, ഇത്രയും നല്ല സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനേക്കാൾ വലുതാണ് ഭഗവാന്റെ കാര്യം. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള ജോലി നിങ്ങൾക്ക് ലഭിച്ചോ, അതുകൊണ്ടാണ് പറയാതെ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ലീവ് തരുന്നില്ല എങ്കിൽ എനിക്ക് മറ്റൊന്നും തന്നെ എൻ്റെ പോകാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ലീവ് കൊടുത്തു. അയാളത് സ്വീകരിച്ചു. അയാൾ ഇങ്ങനെയും പറഞ്ഞു, ലളിത് ഒരു കാര്യം ചെയ്യും, ശരി നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ജോലി എടുക്കൂ,
ഞാൻ അതുവരെ നിങ്ങളുടെ ലീവ് ലെറ്റർ എൻ്റെ കയ്യിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ജോലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൈൻ ലെറ്റർ അന്ന് ഞാൻ എടുത്തോളാം. പക്ഷേ ഇത്രയും വലിയ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുക സാധ്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമേ അല്ല. സാലറി എനിക്ക് ലഭിക്കും, ജോലിയും എനിക്ക് ലഭിക്കും. അതുകൊണ്ട് താങ്കൾ എൻ്റെ റിസൈൻ ലെറ്റർ ഇന്ന് തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ്, എനിക്ക് ബാബയുടെ മേൽ ഇത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. ഭഗവാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് സേവയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ വരാനില്ല. അവസാനം അദ്ദേഹം എൻ്റെ റിസൈൻ ലെറ്റർ സ്വീകരിച്ചു. ഞാൻ 15-20 ദിവസത്തേക്ക് അബുവിൽ സേവയ്ക്ക് വേണ്ടി പോയി. സേവ ചെയ്ത് ഞാൻ തിരികെ അഹമ്മദാബാദ് എത്തി. ഇപ്പോൾ അഹമ്മദാബാദ് വന്നു. എൻ്റെ കയ്യിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ബാങ്കിൽ ബാലൻസ് ഒന്നും ഉണ്ടാകാറുണ്ടായിരുന്നില്ല. എന്തെല്ലാം ഇൻകം ഉണ്ടാകുമോ അതെല്ലാം ഞാൻ ഏതെല്ലാം പ്രകാരത്തിൽ യൂസാകുമായിരുന്നു. ഒരിക്കലും ബാലൻസ് വയ്ക്കുകയില്ലായിരുന്നു. സഹോദരിക്കിടെ വിവാഹത്തിന് വേണ്ടി ചിലവാക്കുക തന്നെ ചെയ്യണമായിരുന്നു. അതെൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ഞാനൊരു വാടക വീട്ടിലായിരുന്നു വസിച്ചിരുന്നത്. അതിൻ്റെ വാടകയും കൊടുക്കണം. അതിൻ്റെ എല്ലാം മറ്റുള്ള ചിലവുകളെല്ലാം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ എനിക്ക് നിശ്ചിന്തമായിരുന്നു ഭഗവാന്റെ മേൽ. അപ്പോൾ പിന്നെ എനിക്ക് എന്താണോ ആവശ്യം അത് ഞാൻ ബാബയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. പക്ഷേ എനിക്കത് ബാബയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ഉത്തരവാദിത്വം എല്ലാം ബാബയ്ക്ക് മേൽ അർപ്പിക്കുമ്പോൾ എന്താണോ നമുക്ക് ശരിയായിട്ടുള്ളത് അത് സ്വയം ഭഗവാൻ നമുക്ക് തരിക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ നിശ്ചിന്തമായിരുന്നു. പിന്നെ ഞാൻ സഹോദരിയോട് കൂടി ഈ കാര്യം സംസാരിച്ചു. ബ്രഹ്മകുമാരി സെൻറ്ററിൻ്റെ ഇൻചാർജായിട്ടിരുന്ന ഞാൻ പറഞ്ഞു, സഹോദരി, എൻ്റെ ഭാഗത്ത് 3 കാര്യങ്ങളാണുള്ളത്. എന്തുകൊണ്ടെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുന്നു. തുടക്കം മുതലേ എൻ്റെ ഈ ഒരു രീതിയായിരുന്നു. ബാബ സഹോദരിമാരെയാണ് നിമിത്തമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചിട്ടും ചെയ്യണം. ഇതിൽ തന്നെയാണ് മംഗളം. ഇതാണ് ബാബയുടെ ശ്രീമത്ത്. അപ്പോൾ സഹോദരി എന്ത് പറയുന്നു അത് ശ്രീമത്ത് എന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യും. അപ്പോൾ അതിലാണ് നമ്മളുടെ മംഗളം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, എൻ്റെ പക്കൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ തിരികെ അഹമ്മദാബാദിൽ തന്നെ പുതിയ ജോലി തിരക്കി പോകണം. രണ്ടാമത്തെ കാര്യം, ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. മൂന്നാമത്, എൻ്റെ CAയുടെ ഓഫീസ് സ്വയമായിട്ടുള്ളത് ഞാൻ തുടങ്ങട്ടെ. ഈ 3 കാര്യമാണ് എൻ്റെ പക്കലുള്ളത്. അങ്ങ് എന്ത് പറയുന്നത് ഞാൻ ചെയ്തു കൊള്ളാം. അപ്പോൾ സഹോദരി 2 മിനിറ്റ് ശേഷം എനിക്ക് മറുപടി തന്നു. താങ്കളൊരു കാര്യം ചെയ്യും, തൻ്റെ സ്വമേധയുള്ള ഒരു CAയുടെ ഓഫീസ് തുടങ്ങും. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ സഹോദരി പറഞ്ഞു, പക്ഷേ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, CAയുടെ ഓഫീസ് തുടങ്ങുക എന്ന് പറയുന്നത് അതിനുവേണ്ടി ഏതെങ്കിലും ഓഫീസ് വാടകയ്ക്ക് എടുക്കണം, പിന്നെ ഫർണിച്ചറുകളെല്ലാം ഉണ്ടാക്കണം, പിന്നെ ഏതെങ്കിലുമൊക്കെ ക്ലയൻറ്റുകളും വേണ്ടേ, ആരുടെ ഓഡിറ്റാണ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ അഹമ്മദാബാദിൽ പുതുതായിട്ട് വന്നതാണ്. എനിക്ക് ആരുമായിട്ട് യാതൊരു പരിചയമില്ല. എന്നിൽ ആര് പേപ്പർ തരും. പക്ഷേ ബെഞ്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം ബാവ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് റൂമിലായിരുന്നു വാടകയ്ക്ക് ഇരുന്നത് ആ റൂമിൽ തന്നെ അഡ്രസ്സിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കി. പിന്നെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കി എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അവരോട് പറഞ്ഞു, ഞാൻ CAയുടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ജോലികൾ ലഭിക്കുകയാണെങ്കിൽ അത് എനിക്ക് തരാൻ സാധിക്കും, എന്നോട് പറയാൻ പറ്റും. 20 ദിവസം കഴിഞ്ഞു തുടങ്ങിയിട്ട്. 20 ദിവസം കൊണ്ട് എനിക്ക് അത്രത്തോളം ജോലി ലഭിച്ചു. 20 ദിവസം അത്രത്തോളം ജോലി എനിക്ക് ലഭിച്ചു. എൻ്റെ മൊത്തം വർഷത്തെയും ശമ്പളത്തിന് തുല്യമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഈ 20 ദിവസം കൊണ്ട് തന്നെ ഭഗവാൻ ഇത്രത്തോളം എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഏൽപ്പിച്ചു എന്നെ. ഞാൻ വളരെയധികം സന്തോഷിച്ചു. ബാബയ്ക്ക് ഞാൻ താങ്ക്സ് കൊടുത്തു. ബാബ, അങ്ങയുടെ കമാൽ, അതിശയമാണിതെല്ലാം. ഞാൻ ഈ കാര്യം തുടങ്ങി വെച്ചതേ ഉള്ളൂ. 10 ദിവസം കൂടി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ 30 ദിവസമായി. അപ്പോൾ അഹമ്മദാബാദിൽ ഒരു വളരെ വലിയ സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നെ അറിയാമായിരുന്നു. അദ്ദേഹം എൻ്റെ പക്കൽ വന്നു. എന്നോട് പറഞ്ഞു, ലളിത് ഭായ്, അങ്കിൾ പ്രാക്ടീസ് തുടങ്ങി വെച്ചോ. ഞാൻ പറഞ്ഞു, ആ ശരി. പറഞ്ഞു, പ്രൊപ്പറേറ്റർഷിപ്പിന് ഞാൻ ഒറ്റയ്ക്കാണ്. ബാബ എൻ്റെ കൂടെയുണ്ട്, എന്നാലും ലെവൽ ഒരാളുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
11 മണിക്ക് എൻ്റെ ഓഫീസിലോട്ട് വരണേ. ഞാൻ 11 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പക്കൽ വളരെയധികം ജോലികളുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ എൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും പഴയ ഓഫീസാണെങ്കിൽ അപ്പോൾ അവിടെ പാർട്ട്ണർഷിപ്പായിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കുറച്ച് ചിലവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് പൈസ കൊടുത്താൽ മാത്രമേ പാർട്ട്ണറാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ പക്കൽ ഫിനാൻഷ്യലി ഒന്നും തരാൻ എൻ്റെ പക്കലില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് എടുക്കുക? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിൻ്റെ എല്ലാം ആവശ്യം എന്താണ്? ഇതെൻ്റെ സ്വന്തം ഓഫീസാണ്, ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജോലി തുടങ്ങിക്കൊള്ളൂ. ഈ മാസം മുതൽ ഞാൻ ഇത്രയും % നിങ്ങൾക്ക് ഷെയർ തന്നുകൊള്ളാം. ഞാൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് താങ്കൾക്ക് മറുപടി തരാം. ഞാൻ പിന്നെ സെൻട്രലിൽ പോയി. പിന്നെ സഹോദരിയോട് ചോദിച്ചു, സഹോദരി ഇങ്ങനെയുള്ള ഓഫർ എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ സഹോദരി പറഞ്ഞു, താങ്കൾ ജോയിൻ ചെയ്തുകൊള്ളൂ പാർട്ട്ണർഷിപ്പായിട്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പായിട്ട് ജോയിൻ ചെയ്തു. ഏത് മാസം ഞാൻ പാർട്ട്ണർഷിപ്പായിട്ട് ജോയിൻ ചെയ്തു, ആ മാസം അവിടെ ഒരു സ്പെഷ്യൽ ഇൻകം അവിടെ തുടങ്ങി. അപ്പോൾ ആ സ്പെഷ്യൽ ഇൻകത്തിൽ എൻ്റെ ഷെയർ വന്നിരിക്കുന്നത് എന്ത് പെർസെൻറ്റേജാണ് ഡിസൈഡ് ആയത്, എൻ്റെ ഷെയർ അതിൽ ഒരു നല്ല ഒരു തുക എനിക്ക് കിട്ടുമായിരുന്നു. പൈസ വളരെയധികം എൻ്റെ പക്കൽ വരാൻ തുടങ്ങി. 8-10 മാസം കൊണ്ട് തന്നെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി എത്ര പൈസയായിരുന്നു എനിക്ക് ആവശ്യം, അതെൻ്റെ പക്കൽ എത്തിക്കഴിഞ്ഞു. എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. ഈ ഭഗവാൻ ഏത് രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സാക്ഷിയായി ഞാൻ എല്ലാം നോക്കിക്കൊണ്ടേയിരുന്നു. ഇവിടെ പിതാജിയുടെ പ്രയാസം കൊണ്ട് ഒരു നല്ല പരിവാരനെ ലഭിച്ചു, നല്ലൊരു പയ്യനെ ലഭിച്ചു. പക്ഷേ അവരുടെ പരിവാരവും നമ്മളുടെ പരിവാരവുമായിട്ട് യാതൊരുവിധ പരിചയവും ഉണ്ടായിരുന്നില്ല. അറിയുകയില്ല ഏത് രീതിയിലാണ് സഹയോഗം ലഭിച്ചത്. ആ പരിവാരം എനിക്ക് ലഭിച്ചു. അപ്പോൾ ഏതെല്ലാം രീതികൾ നോക്കുന്നതിൻ്റെ പരിചയപ്പെടുന്നതിൻ്റെ അപ്പോൾ അതിനുശേഷം ഇത് ഫൈനൽ ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം വിവാഹം കഴിഞ്ഞു. അപ്പോൾ ആ വിവാഹം വളരെ നല്ല രീതിയിൽ, ഞങ്ങളുടെ വളരെ ചെറിയ ഗ്രാമമാണ്, പക്ഷേ ആ ഗ്രാമത്തിൽ പോലും വളരെ നല്ല രീതിയിൽ എൻ്റെ വിവാഹം നടത്തുവാൻ സാധിച്ചു. അപ്പോൾ അവർക്ക് വളരെയധികം ആശ്ചര്യം തോന്നി, ഈ ചെറിയ ഗ്രാമത്തിൽ ഇത്രയും വലിയ രീതിയിൽ ഇതെങ്ങനെയാണ് നടന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നിശ്ചിന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു. നമ്മളുടെ അച്ഛൻ വിചാരിക്കുകയായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ജോലിയും പോയി, ബാങ്ക് ബാലൻസും ഇല്ല, പിന്നെ ഇവൻ്റെ പക്കൽ ഇത്രയും പൈസ എവിടെ നിന്നു, എവിടെയെങ്കിലും ലോൺ എടുത്തോ അല്ലെങ്കിൽ എന്താണ് ചെയ്തത്? പക്ഷേ 1000 കൈയുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. അത് എൻ്റെ അച്ഛന് തിരിച്ചറിയാൻ സാധിച്ചില്ല. വിവാഹം പൂർണ്ണമായി. അതിനുശേഷം ലടുക്കേൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്, പക്ഷേ നിങ്ങളുടെ പരിവാരമായിട്ട് എനിക്ക് യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നിങ്ങളുടെ കുട്ടിയെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ മകനെ കണ്ട് ആണ് ഞാൻ ഈ വിവാഹം ഉറപ്പിച്ചത്. ഏത് പരിവാരത്തിലാണോ മകൻ ഇത്രത്തോളം നല്ല ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അത് നോക്കിയാണ് ഞാൻ ഈ വിവാഹം ഉറപ്പിച്ചത്. നോക്കൂ ഭഗവാൻ എങ്ങനെയാണ് പ്രത്യക്ഷത ചെയ്യിപ്പിക്കുന്നത്. ആദ്യം പിതാജി വളരെ ദേഷ്യപ്പെട്ടാണ് എന്നോട് പറഞ്ഞത്, നീ ബ്രഹ്മകുമാറിൽ പോയോ, അതുകൊണ്ട് നിൻ്റെ സഹോദരിയുടെ വിവാഹം ചെയ്യാൻ ആരും സമ്മതിക്കുന്നില്ല. അപ്പോൾ ബാബ അവരുടെ മുഖത്തോടി എന്താണ് പറയിപ്പിച്ചത്? ലടുക്കയുടെ അച്ഛൻ്റെ വായിൽ നിന്നും പറഞ്ഞു, ഇയാൾ ബ്രഹ്മകുമാരിൽ പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഭഗവാന്റെ കാര്യം ചെയ്യിപ്പിക്കുന്ന ആ രീതി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴായിരുന്നു ഞാൻ ഗീതയുടെ വളരെയധികം അഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അപ്പോൾ ഗീതയുടെ ഒരു ശ്ലോകം എനിക്ക് എല്ലായ്പ്പോഴും ആകർഷിക്കുക തന്നെ ചെയ്തെന്നെ. അതിൻ്റെ മേൽ ഞാൻ സമർപ്പണവുമായി. ആ ശ്ലോകമായിരുന്നു, അനന്യ ചിന്ത
ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻക്ക് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം അനന്യഭാവത്തോടുകൂടി ആരാണോ എൻ്റെ ചിന്തനം ചെയ്യുന്നത് അവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എൻ്റെ മേലിലാണ്. അപ്പോൾ അവരുടെ യോഗക്ഷേമങ്ങൾ എല്ലാം ഞാൻ വഹിക്കുക തന്നെ ചെയ്യും. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ പ്രാപ്തികളും ചെയ്യിപ്പിക്കുക, പ്രാപ്തികളുടെ രക്ഷ ചെയ്യുക. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. എനിക്ക് ഇത്രത്തോളം സന്തോഷമുണ്ടായി. ഈ ശ്ലോകം ഞാൻ ശരിയായ രീതിയിൽ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, സ്വയം ഭഗവാൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഈ ഗ്യാരണ്ടി കാർഡ് എനിക്ക് തരികയാണ്. അപ്പോൾ അപ്രാപ്തിയിൽ പോലും പ്രാപ്തി ചെയ്യിപ്പിക്കുക, ആ പ്രാപ്തിയുടെ രക്ഷ ചെയ്യിപ്പിക്കുക. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് എന്താണ് വേണ്ടത്? ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഭഗവാന്റെ ഗ്യാരണ്ടി കാർഡാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വയം ഭഗവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ എന്ത് ഉത്തരവാദിത്വമാണ് ഭഗവാൻ എടുത്തിരിക്കുന്നത്? ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുക. ഇതിലെന്താണ് വലിയ കാര്യം? ഞാൻ മറ്റാരെയും ഓർമ്മിക്കുകയില്ല, ബാബയെ മാത്രം ഓർമ്മിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും സ്വയം ഭഗവാൻ തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് നല്ല കാര്യമല്ലേ? അപ്പോൾ ആ ഒരേ ഒരു ഭഗവാനെ ഓർമ്മിക്കൂ. ആ ഭഗവാൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളും. അപ്പോൾ ഞാൻ ഈ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു. ഞാൻ അങ്ങയെ ഓർമ്മിച്ചു കൊള്ളാം, അങ്ങ് എൻ്റെ കാര്യങ്ങളിൽ അങ്ങ് ചെയ്തു കൊള്ളണം. അപ്പോൾ അതിൻ്റെ വളരെയധികം പ്രത്യക്ഷ പ്രമാണങ്ങൾ ഞാൻ കണ്ടു. വെറും ഈയൊരു വിശ്വാസം, അത് നമ്മൾക്ക് ഭഗവാന്റെ മേലുണ്ടായിരിക്കണം. ഈ വിശ്വാസം ഉണ്ട് എങ്കിൽ അത് നിശ്ചിന്ത രൂപമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരിക തന്നെ ചെയ്യും. ഇതുപോലെ ഒരു പ്രാവശ്യം എന്താണ് സംഭവിച്ചത്? നല്ലൊരു കഥയാണ്. ഈ ഒരു ഗ്രാമത്തിൽ കഥ നടക്കുകയായിരുന്നു. അവിടുത്തെ കഥ കേൾപ്പിക്കുന്ന ആൾ വളരെ നല്ല രീതിയിൽ കഥ കേൾപ്പിക്കുകയായിരുന്നു. അത് കേൾപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ഒരുപക്ഷേ നിങ്ങൾക്ക് ഭഗവാന്റെ മേൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മരത്തിൽ നിന്ന് താഴെ വീണ് പോയാൽ പോലും ആ പേടിൻ്റെ താഴെ ഒരു കത്തി പോലും വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഭഗവാനെ പ്രതി അത്രത്തോളം വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. കഥ പൂർണ്ണമായി. വൈകിട്ട് അദ്ദേഹം മഹാത്മാജി ഒരു നദിയിൽ കുളിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടു, ദൂരെ ഒരു മരത്തിൽ ഒരു വ്യക്തി താഴോട്ട് ഇറങ്ങുകയാണ്, കയറുകയാണ്, ഇറങ്ങുകയാണ്, ഇറങ്ങുകയും ചെയ്യുന്നു കൂടെ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്താണ് ഈ പയ്യൻ കാണിക്കുന്നത്, ഒന്നറിയണം. അപ്പോൾ ആ മരത്തിൻ്റെ അടുത്ത് നോക്കി. അപ്പോൾ ഒരാൾ ആ മരത്തിൽ കയറുന്നു, പിന്നെ താഴെ ഇറങ്ങുന്നു. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു കത്തി ഭൂമിയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു, ഈ സഹോദര, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? മുകളിൽ കയറുന്നു, താഴോട്ടിറങ്ങുന്നു, ഈ കത്തി എന്തിനാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാത്മാജി, അങ്ങ് മറന്നുപോയോ? എന്താ മറന്നത്? ഇന്നത്തെ കഥയിലല്ലേ അങ്ങ് പറഞ്ഞത്, മരത്തിൽ നിന്ന് താഴോട്ട് വീണ് പോയാലും താഴെ കത്തി വെച്ചിട്ടുണ്ട് എങ്കിലും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്, ഭഗവാൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന്. മഹാത്മാജിക്ക് ഓർമ്മ വന്നു, ശരിയാ, ഞാനങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ മഹാത്മാജി, ഞാനങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ ആ പ്രയോഗമാണ് ചെയ്യുന്നത്. അപ്പോൾ മഹാത്മാജി പറഞ്ഞു, ശരി. മഹാത്മാജി പറഞ്ഞു, അപ്പോൾ പിന്നെ നിങ്ങൾ മരത്തിൽ കയറുന്നു, അപ്പോൾ ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ നിന്ന് ചാടൂ, അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ അയാൾ മറുപടി കൊടുത്തു, മഹാത്മാജി, ഞാൻ താഴോട്ട് ഇറങ്ങുന്നത് വീഴാൻ വേണ്ടിയാണ്. പക്ഷേ ആ കത്തിയെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ കത്തിക്ക് മുകളിൽ വീണു, ഭഗവാൻ എന്നെ രക്ഷിക്കാൻ വന്നില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം വരികയില്ല. എവിടെയാണോ സംശയമുള്ളത് അവിടെ ഭഗവാൻ വരികയില്ല. പക്ഷേ എവിടെയാണോ വിശ്വാസമുള്ളത് അവിടെ അവശ്യമായിട്ടും ഭഗവാൻ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ കാര്യം വേറെയാണ്, ആ ജ്ഞാനത്തിൻ്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ പ്രയോഗം ചെയ്യുക എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് സ്വയം ഭഗവാന്റെ പരിചയം, പരമാത്മാ പിതാവിൻ്റെ പരിചയം ലഭിച്ചിരിക്കുകയാണ്. ആ പരമാത്മാ പിതാവിൻ്റെ അനുഭൂതി ഉണ്ടായി. അപ്പോൾ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ ഓർമ്മയിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊപ്പം
അനുഭവം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രയോഗം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വരുന്നുണ്ട്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. അങ്ങനെയല്ല ഏതെങ്കിലും ഒരു സെൻറ്ററിൻ്റെ ഉത്തരവാദിത്വം മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ അവിടുത്തെ സേവയുടെ കാര്യങ്ങൾ മാത്രമേ സഹായിക്കുകയുള്ളൂ. അങ്ങനെയല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ ചെയ്യുക തന്നെ ചെയ്യും. ഇത് അനുഭവം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ കേവലം വിശ്വാസത്തിൻ്റെ കാര്യമാണ്. സംശയമുണ്ടാക്കാൻ പാടില്ല. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഓർമ്മയെ ഉണ്ടാകാൻ പാടുള്ളൂ. അനന്യ ഓർമ്മയിലോട്ട് നമ്മൾ പോകുവാൻ പാടില്ല. ആ ഒരേ ഒരു ഭഗവാന്റെ ഓർമ്മയിൽ നമ്മൾ ഇരിക്കണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദാബാദിൽ ഞാൻ ഏത് കമ്പനിയിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്, അദ്ദേഹം തൻ്റെ ബ്രഹ്മകുമാരീസ് വരുന്ന ഒരു ആളുടെ വീടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് താഴെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഫ്ലോർ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേരിലായിരുന്നു. അവർ ഗ്രാമത്തിലായിരുന്നു വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുകളിൽ വേണമെങ്കിൽ വാടകയ്ക്ക് താമസിക്കാം. അപ്പോൾ ബഹൻ്റെ കുട്ടിക്ക് അഹമ്മദാബാദ് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ദാദ പറഞ്ഞു 15 ദിവസത്തിന് ശേഷം അവർ ഒരു ടെമ്പോ നിറച്ച് സാധനങ്ങളുമായിട്ട് അവരുടെ കുട്ടി ഇവിടെ വരുന്നുണ്ട്, ഇവിടെ താമസിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ റൂം ഒന്ന് ഒഴിഞ്ഞു തരണം, മറ്റെവിടെയെങ്കിലും റൂം നോക്കണം. അപ്പോൾ ഞാൻ സെൻട്രൽ പോയി, ബാബയുടെ റൂമിലിരുന്നു. ബാബയോട് പറഞ്ഞു, ബാബ ഈ റൂം ഒഴിഞ്ഞു കൊടുക്കണം, 15 ദിവസമുണ്ട്, അങ്ങ് നോക്കണം, എന്നെ എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ദിവസങ്ങൾ ഒന്നൊന്നായി പോയിക്കൊണ്ടേയിരുന്നു. ആ സഹോദരൻ കുറച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഈ ലളിത് ഭായി എങ്ങും റൂമൊന്നും നോക്കുന്നില്ല, 2-3 റൂം നോക്കി, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ആ സഹോദരൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്ക് റൂം ലഭിച്ചില്ല എങ്കിൽ കുറച്ച് ദിവസം കൂടി എൻ്റെ കൂടെ താമസിച്ചുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻ എനിക്ക് വളരെ നല്ലത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി നോക്കട്ടെ. അപ്പോൾ ഒരു പ്രാവശ്യം പോലും ഞാൻ ബാബയോട് വീണ്ടും ഇത് ആവർത്തിച്ചില്ല. ബാബ എനിക്ക് റൂം കിട്ടിയില്ല, 2-3 ദിവസമേ ബാക്കിയുള്ളൂ. എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും മനുഷ്യനോട് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ കൂടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അത് ഓർമ്മിച്ച് കൊടുപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും സഹായം വേണോ, ഞാൻ ചെയ്യണോ, എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നോ മനുഷ്യനോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ മേൽ എന്തെങ്കിലും നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പ്രാവശ്യം കൊടുത്തു, ഏൽപ്പിച്ചു, അത് നല്ല രീതിയിൽ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ അതുകൊണ്ട് നിശ്ചിന്തമായിരുന്നു. അവസാന ദിവസം, ഒരേ ഒരു ദിവസം മാത്രം അവശേഷിക്കുന്നു. ഞാൻ രാവിലെ മുരളി ക്ലാസ്സിന് സെൻട്രൽ പോകുമായിരുന്നു. മുരളി ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെൻട്രലിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് സെൻട്രൽ ഇൻചാർജ് സഹോദരി അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സഹോദരി എന്നോട് ചോദിച്ചു, ലളിത് ഭായി, നിങ്ങളുടെ റൂം ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സിസ്റ്റർ, അപ്പോൾ ഇന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ താങ്കൾ എവിടെയെങ്കിലും നോക്കിയോ? ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്റർ, ഞാനങ്ങ് നോക്കിയില്ല. അപ്പോൾ ആ സഹോദരി വളരെയധികം ചിരിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്. ഈ റൂം ഷിഫ്റ്റ് ചെയ്യണം, എങ്ങും നോക്കിയതുമില്ല, യാതൊരു ചിന്തയുമില്ല. ഇത് ഏതെങ്കിലും റേഷനോ സബ്ജിയോ വാങ്ങിക്കുന്ന കാര്യമൊന്നുമല്ല. പൈസ കൊണ്ട് മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് എന്തെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നു. റൂം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എവിടെയെങ്കിലും റൂം നോക്കണം, ശരിയായിട്ടുള്ള റൂമാണോ, അതിൻ്റെ വാടക എത്രയാണ്, വളരെയധികം കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി. അപ്പോഴാണ് എങ്ങോട്ടെങ്കിലും മാറ്റാൻ കഴിയുക. പക്ഷേ അദ്ദേഹത്തിന് യാതൊരുവിധ ചിന്തയുമില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ അങ്ങനെയുള്ളതുമുണ്ട്, വേപ്പറവ ഉണ്ട്. ഭഗവാൻ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവരെ സംരക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാനും അതുപോലുള്ള ഒന്നാണ്. ഞാനും ഭഗവാനെ എൻ്റെ അച്ഛനും അമ്മയുടെയും രൂപത്തിലാണ് കാണുന്നത്. പരമാത്മാവാണ് എൻ്റെ അച്ഛനും അമ്മയും. അച്ഛൻ്റെ മേൽ ഞാൻ കൊടുത്തു, അദ്ദേഹം എങ്ങനെ എന്നെ നയിക്കുന്നു അങ്ങനെ നയിച്ചു കൊള്ളട്ടെ, ഞാൻ അതിനുവേണ്ടി ചിന്തിക്കാറില്ല. അപ്പോൾ സഹോദരി ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ട് കുറച്ചധികം താക്കോൽ കൂട്ടങ്ങൾ എന്നെ കൊണ്ട് ഏൽപ്പിച്ചു. അതിൽ 7-8 താക്കോലുണ്ടായിരുന്നു. കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ചു.
എന്നിട്ട് എന്നോട് പറഞ്ഞു, ലളിത്ഭായി, ഈ ഒരു വീടുണ്ട്, അപ്പോൾ തോത്തിൻ നിലയുള്ള വീടാണ്, അതിലൊരു റൂം ഒഴിഞ്ഞിടക്കുകയാണ്, താങ്കൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നയിച്ചുകൊള്ളൂ. അപ്പോൾ എൻ്റെ കണ്ണുകളിൽ വളരെയധികം ആശ്ചര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കണ്ണുനീർ വന്നു. എനിക്കെല്ലാം ഭഗവാനെ പ്രതിയായിരുന്നു. വളരെയധികം സന്തോഷം എനിക്കുണ്ടായി. എനിക്ക് ആവശ്യം ഒരു റൂമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്താണ്? 7-8 റൂമുകളുള്ള ഒരു വീടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭഗവാന്റെ ജോലി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വേറെയാണ്. ഇതിൽ 2-3 കാര്യം മനസ്സിലാക്കാനുള്ളതാണ്. ഇത് വളരെയധികം ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് റൂം കിട്ടി, അതും അവസാന ദിവസം. വേണമെങ്കിൽ എനിക്ക് അതിന് മുമ്പും തരാമായിരുന്നു. 2-3 ദിവസം ഉള്ളപ്പോൾ തരാമായിരുന്നു, 5-ാമത്തെ ദിവസം തരാമായിരുന്നു, 10-ാമത്തെ ദിവസവും തരാമായിരുന്നു. പക്ഷേ എനിക്ക് അവസാനത്തെ ദിവസമാണ് ചാവി തന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എൻ്റെ നിശ്ചയത്തിൻ്റെ പരീക്ഷയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഭഗവാന്റെ മേൽ എത്ര നിശ്ചയമുണ്ട്, ഞാൻ എത്രത്തോളം ഇളകമറിച്ചിൽ വരുന്നുണ്ട്, ഞാൻ എത്രത്തോളം എന്തെങ്കിലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുറവുകളോ അങ്ങനെ വല്ലതുമുണ്ടോ? അപ്പോൾ ഞാൻ നിശ്ചിന്തമാകുന്നു. അപ്പോൾ ഭഗവാന്റെ മേൽ എൻ്റെ പൂർണ്ണ നിശ്ചയമുണ്ടായി. അപ്പോൾ കാര്യം അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ അവസാന നിമിഷത്തിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്തു തരിക. അപ്പോൾ വരെ നമുക്ക് ധീരജ് വയ്ക്കുക തന്നെ ചെയ്യണം, സമാധാനം വയ്ക്കുക തന്നെ ചെയ്യണം. ഞാൻ ഭഗവാന്റെ ഊപ്പർ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യണം, അത് ചെയ്ത് തരിക തന്നെ ചെയ്യും. ഞാൻ എന്താഗ്രഹിക്കുന്നു അത് ചെയ്തു തരണം എന്നുള്ളതല്ല, എനിക്ക് എന്താണോ ശരിയായിട്ടുള്ളത് അതെനിക്ക് ചെയ്തു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു പിടിവാശി വയ്ക്കാറില്ല. ഈ രീതിയിൽ എൻ്റെ കാര്യം നടക്കണം. ഞാൻ ഭഗവാന്റെ മേൽ കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണോ ചെയ്യിപ്പിക്കേണ്ടത് ആ രീതിയിൽ ഭഗവാൻ ചെയ്തു തരിക തന്നെ ചെയ്യും. ഇത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. കാര്യങ്ങൾ സമയത്ത് തന്നെ നടക്കുകയുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. 2-ാമത്തെ കാര്യം, നമ്മളുടെ മുന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തെങ്കിലും ചലഞ്ച് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരത്തിൻ്റെ ഓപ്ഷനുകളെ പറ്റി ചിന്തിക്കാറുണ്ട്. ഈ പ്രോബ്ലം ഒന്നുകിൽ ഈ രീതിയിൽ അതിനൊരു ഹൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നടക്കണം. അപ്പോൾ നമ്മൾ പല പല രീതിയിലുള്ള ഓപ്ഷനുകളാണ് വെക്കുന്നത്, ABCD എന്ന രീതിയിൽ. ഇതുപോലെ 4 ഓപ്ഷൻ വെക്കുന്നുണ്ട്. ഈ രീതിയിൽ നടന്നില്ലെങ്കിൽ ഈ രീതിയിൽ, ഈ രീതിയിൽ നടന്നില്ലെങ്കിൽ ഈ രീതിയിൽ, ഈ രീതിയിൽ നടന്നില്ലെങ്കിൽ ഈ രീതിയിൽ, അങ്ങനെയുള്ള പല ഓപ്ഷൻ വയ്ക്കാറുണ്ട്. പക്ഷേ ഭഗവാന്റെ മേൽ എപ്പോഴാണ് നമ്മൾ അർപ്പണം ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള അനുഭവം ഇതാണ് പറയുന്നത്. അദ്ദേഹം റിസൾട്ട് കൊണ്ടു തരിക തന്നെ ചെയ്യും. ABCD ഓപ്ഷൻ വെച്ചു, പക്ഷേ ഭഗവാൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് E എന്ന ഓപ്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ വളരെയധികം ആശ്ചര്യമുണ്ടായി. ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചതേയില്ല. ഇത്രയും സരളമായിട്ടുള്ളത്, ഇത്രയും സഹജമായിട്ടുള്ളത് എനിക്ക് ഭഗവാന്റെ പ്രതി ഹൃദയം കൊണ്ട് വളരെയധികം ആശംസ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പരമാത്മ പിതാവിനെ ഞാൻ തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിയായി മാറിയത്, ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കണം. പിന്നെ അതിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോൾ അത് നമ്മളുടെ ജ്ഞാനം, ആ ജ്ഞാനം നമ്മളുടെ ശക്തിയായി മാറുന്നു. ആ അനുഭവം നമ്മളെ എല്ലാ നിമിഷവും നമുക്ക് സന്തോഷം പകർന്നു തരുന്നു. ജീവിതത്തിൽ എത്ര നിമിഷം അത് ഓർമ്മിക്കുന്നുവോ അത് നമുക്ക് വീണ്ടും വീണ്ടും സന്തോഷം തന്നുകൊണ്ടേയിരിക്കും. പിന്നെ അത് സാഹസം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെയധികം സമൃദ്ധി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നു. നമ്മൾ ഇനിയും മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമർത്ഥമായിട്ട് നമുക്ക് ഏത് ചലഞ്ചിനെയും സ്വീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ സ്വയം സർവശക്തിമാൻ, 1000 കൈയുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ശുഭകാമന വയ്ക്കുന്നു. താങ്കളും ഈ രാജയോഗത്തിൻ്റെ അഭ്യാസത്തിലൂടെ പരമാത്മാവിൻ്റെ പരിചയം പ്രാപ്തമാക്കി അതിൻ്റെ കൂടെയുള്ള അനുഭവം ചെയ്യണം, സ്വയം പ്രയോഗം ചെയ്യണം. പിന്നെ എല്ലായ്പ്പോഴും സന്തോഷപ്രദമായിരിക്കണം. ഓം ശാന്തി.